യൂട്യൂബറാന്ന് പറഞ്ഞില്ലേ, അയാളെ മുഖമൊന്നും മാറി കേട്ടോ. 10 ആൾക്കാരില്ല, അടിച്ചു വരക്കിടാം. നമ്മളെ ബാക്കി ഗൈസിനൊന്നും കാണുന്നില്ല. കേറി നിന്നിട്ടാ മുകളില് എല്ലാരും കൈയിട്ട് നിൽക്കണ്ടോ? ഇതാണ് നിങ്ങള് ഫുള്ള് ഗുൽമാല കേട്ടോ. എവിടെയല്ലോ എല്ലാവരും ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ചകൾ, സ്ലീപ്പറിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയായി. മനസ്സിലായി. ട്രെയിൻ വന്ന ലോക്കാണല്ലോ ഇവിടെ. ഓ അടിയിലുട്ടിയ പോയി എല്ലാരും പറ്റിക്കല്ലേ യൂട്യൂബ് ബ്ലോഗ്. ചലോ 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 നേപ്പാൾ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. സാഡ്ലി അങ്ങനെ നമ്മൾ ഇന്ത്യ ഒക്കെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ വിടുന്നത് വെച്ചാൽ നാട്ടിലോട്ട് ഇറങ്ങിയ മഴയാണ്. ട്രാക്ക് മാറിപ്പോയി. അങ്ങനെ നമ്മൾ ഇന്ത്യ വിടുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ പേടകം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കളികൾ മൊത്തം ഇൻ്റർനാഷണൽ കളികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ പേടകം എത്തിയിട്ടുണ്ട്. ഇതിലാണ് ഇനി നമ്മളെ കളികൾ. അതിലൂടെ കേൾക്കാം. അയ്യോ കുടുങ്ങിപ്പോയി. ടാസ്ക് കേട്ടോ, ബാഗെല്ലാം എടുത്തിട്ട് ഇതിലൂടെ വരുത്ത്. അങ്ങനെ നമ്മളെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കാനെങ്കിൽ കാണാം ഇതിൻ്റെ തനിക്കുണം. ബൈ ബൈ. നമ്മൾ രാത്രിയത്തെ ഡിന്നർ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് നമ്മളിപ്പോൾ എത്തിയത് അടിയിലെ സ്റ്റേഷൻ കട്ട്പാടിയിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഫസ്റ്റത്തെ രാത്രിയാണ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഡിന്നർ. നമ്മൾ മാക്സിമം ട്രെയിനിൽ ഉള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് ഇതേപോലത്തെ ഹെൽത്തി വെച്ചിട്ടാണ് മുമ്പോട്ടേക്ക് നീങ്ങാനുള്ള പരിപാടിയിലുള്ളത്. ട്രെയിൻ ഫുഡ് വെച്ചിട്ട് ആകെ ഇടങ്ങാറ് സീനാവും. നമുക്ക് ഇടങ്ങാറത് പിന്നെ ഹെൽത്തിനും ഇടങ്ങാറാം. എന്നിട്ട് പഴവർഗ്ഗങ്ങളും അതേപോലത്തെ സാധനങ്ങളെല്ലാം കഴിച്ചിട്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. അതായിരിക്കും നല്ലത് അല്ലേ? അപ്പോൾ ഓട്ടോ ഗോരഖ്പൂരിലേക്ക് ഓട്ടോ വരുവാ. ട്രെയിൻ എന്താ ചെയ്യാ? ആൾക്കാരുടെ ഓട്ടോ ആണത്. ട്രെയിനിൽ പോകുന്ന നമ്മളോട് ഇരിക്കുന്ന ഓട്ടോ ആണ്. ഭയങ്കര സ്നേഹം വിട്ട ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര കെയറിങ് ആണ്. ഇതെല്ലാം എല്ലാവരും വാങ്ങുക രാവിലത്തെ. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ സ്റ്റേഷൻ ബൽഹർഷ. എല്ലാവരും പഴം വെക്കുന്നുണ്ടോ? എല്ലാവരും ഇതാ വാങ്ങാം. യൂട്യൂബ് ബ്ലോഗ് പഴം യൂട്യൂബ് ബ്ലോഗ്. ഷോപ്പ് അങ്ങ് ഉണ്ടാകാം. ഇവരെ നമുക്ക് ട്രെയിൻ കിട്ടി. ഇവരും കോഴിക്കോടുള്ളതാണ്. എല്ലാം പഴം നിരത്തി വെക്കുന്നുണ്ടോ? പഴം, പപ്പായ. ഒരു സ്ഥലത്തും ഗൂഗിൾ പേ ഇല്ല. ഇവിടെ എന്തെല്ലോ വെക്കുന്നുണ്ട്. റൊട്ടിയും കടലക്കറിയും റൊട്ടി ആൾ വെക്കും. കിത്തിനാ ഭായി? 50 में कितना? 4 റൊട്ടിയും കറിക്കും 50 റുപ്യ. ചേടിയും ഗൂഗിൾ പേ ഇല്ല. അതാണ് സീൻ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഏതോ ഒരു അള്ളി പോലത്തെ സ്റ്റേഷൻ. കിത്തിനാ കേല ഷോക്കോ ബാര 100 റുപ്യ. ഇതിന് 100 റുപ്യ. ഇത് 100 റുപ്യക്ക് 12 എണ്ണം എന്ന് പറഞ്ഞു.
ഗൂഗിൾ പേ ഇല്ല. ആടെ ചെയ്യണോ? അങ്ങോട്ടേക്ക് പോകുന്നതിന് കൂടുതലായിരിക്കും വേണമെങ്കിൽ. ഇവിടുന്ന് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങൊരു കട കാണുന്നോ അന്ന് ട്രെയിൻ എടുക്കുവാ അപ്പോഴത്തേക്ക് കിത്തനെ ഭായി कितने का? 50 का 6 गूगल पे. हाँ गूगल पे ना मांग यारो. हाँ 100 रुपये का 12. इतना चपाती कितना? 50 rupees. हाँ ഇന്നലെ ആദ്യം വേണ്ട എടാ ട്രെയിൻ വന്ന അല്ല ഇവിടെ കറിയ അടവില്ല ലോക്കാണല്ലോ ഇവിടെ. ഓ അടിയിലുട്ടിയ വൈ കിടിയും പോവാ അണ്ടർവേൾഡ് അല്ല അണ്ടർഗ്രൗണ്ട് പോയി. കുറെ ഉസ്താമാറിലുണ്ട്. ഫുള്ള് കുലുമാല എവിടെയല്ലോ ഫുള്ള് ഉസ്താദ് മാറോ. എല്ലായിടത്തും പൈസ പ്രശ്നം. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് സാധനങ്ങളെല്ലാം വാങ്ങാൻ ചാമ്പി കളി ഫുള്ള് ഉസ്താദ് മാറാം കേട്ടോ. ഈ ബോഗിൽ എല്ലാവരും പഴത്ത് തിന്നല്ല. ഹലോ വയറിലാവുന്ന വിചാരം എല്ലാവരും ചാമ്പിയുടെ വയറൽ എന്ന് പറയും. 10 रुपये चेंज है എന്നാ സമൂസ സമൂസ ഒക്കെ ഉണ്ടാകുക ട്രെയിനിൽ. ഇതെല്ലാം തിന്നതിന് നല്ല പഴന്ത് തന്നെയാണ്. കോഫി അതായിട്ട് ടീ ചായ ഏലക്കായ ഏലക്കായ ചായ കാപ്പി കുടിച്ച് അല്ല लाइट बाल लाइट और स्टिकर बाल पेपर इयरिंग्स അതൊന്നും കാണിച്ചിട്ടില്ല വീഡിയോയിലുണ്ട്. എ സിന്ന് സ്ലീപ്പറിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയായിരുന്നു. രാവിലെ തന്നെ ഇത് അവസ്ഥയാണെങ്കിൽ രാത്രിയത്തെ അവസ്ഥ കണ്ടറിയേണ്ടതാണ്. കണ്ട മനസ്സിലാക്കേണ്ട അവസ്ഥ ഫുൾ ആൾക്കാരായിട്ട് നിറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷൻ का नाम क्या है? നാഗ്പൂർ. പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ നാഗ്പൂർ എത്തി. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ രണ്ടാമത്തെ ദിവസം വൈകുന്നേരത്തെ കാഴ്ചകൾ നിങ്ങളീ കാണുന്നത്. ഇനിയും കുറച്ച് ദിവസം ഒരു ദിവസം ഇനിയും ഇരിക്കേണ്ട ഇതിൽ. ഇതാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാഴ്ച. നാഗ്പൂർ പൊതുവെ ജ്യൂസുകളുടെ നാരങ്ങൻ്റെ നാടെന്ന് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ നാഗ്പൂർ നാരങ്ങ ജ്യൂസ് കുടിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ രാത്രി നമ്മൾ മധ്യപ്രദേശ് ഇറ്റാർസി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മരണത്തണുപ്പ് ഇവിടെ തണുപ്പ് തുടങ്ങി. ഇനി അങ്ങോട്ടേക്ക് തണുപ്പിൻ്റെ കളിയായി. നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുക. സ്വിഗ്ഗിയിൽ നമ്മൾ PNR അടിച്ചു കൊടുത്തതിനെങ്കിൽ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് സീറ്റിൽ ആൾക്കാർ കൊണ്ടുത്തരും. ഒരു ഓപ്ഷനാണ്. എന്ന് വെച്ചെങ്കിൽ ട്രെയിനിലത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്താക്കണ്ട, വയറും കംപ്ലൈൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് നമുക്ക് സ്വിഗ്ഗിയിലും അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നമുക്ക് റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഓർഡർ ചെയ്തതിനാൽ കറക്റ്റ് സീറ്റിൽ അവർ കൊണ്ടുത്തരും. നമ്മളെ കുറച്ച് ഫ്രണ്ട്സാണ്, ഇവർ സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. കറക്റ്റ് കൊണ്ടുതരുന്നതാണ്. അഥവാ നമ്മളെ
സാധനം എന്താ പറയുക ഫുഡ് നമുക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അവർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ. പക്ഷേങ്കിൽ നമ്മളെ ഗൂഗിൾ പേയിലോട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സാധനങ്ങൾ നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫൈനലി 60 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോരഖ്പൂരിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ട്രെയിൻ ബഡീസാണ് ബാക്കിലുള്ള ഇവിടുത്തെ മാഷ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഫുൾ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മളെ വരുന്ന ബസ്സുകാരനെ നല്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് വരുന്നതാണ്. ഇത് വേറെ മാഷ്, 2 മാഷുമാരുണ്ട്. അവർ മലയാളീസ് ഇവിടെ ഗോരഖ്പൂർ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് വേണം വേഗം നേപ്പാൾ ബോർഡറിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളും സെറ്റാക്കാൻ. ട്രെയിനിൽ നിന്നിട്ട് ആകെ സീനായിപ്പോയി. 60 സംതിങ് മണിക്കൂറാണ് നമ്മൾ ട്രെയിനിൽ ഇരുന്ന്. ആകെ അവസ്ഥയായിട്ടാണ്. തണുപ്പ് വലിയ സീനിൽ തണുപ്പൊന്നുമില്ല, ഓക്കെ ആയിട്ടില്ല, ചെറിയ ചെറിയ തണുപ്പുകളാണ് ഉള്ളത്. കാര്യങ്ങളെല്ലാം നോക്കാം. നമ്മുടെ മാഷാണ് ഇവിടെ വൻ തിരക്കാം കേട്ടോ. വൻ തിരക്കെന്ന് പറഞ്ഞാൽ വിഷയം തിരക്കാം. നേരെ കുത്തിനെ മനസ്സിലായി. ഞാൻ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ കഴിച്ചത്. നല്ലൊരു അടിപൊളി സൺസെറ്റ് എല്ലാം ഉണ്ട് അപ്പുറം നടക്കുന്നത്. അത് നോക്കിയെടുക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മാഷ് പറഞ്ഞ പോകണം. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു. മാഷ് പറയട്ടോ നമുക്ക് A-Z കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ പോവുക, എവിടെയെല്ലാം ചാമ്പൽ കിട്ടുക, ആരെല്ലാം പറ്റിക്കും, ഇത്രയും പണി കിട്ടാണ്ടിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരിക്കും, കണ്ടറിയാം. ഇത് അത്യാവശ്യം അടിപൊളി റെയിൽവേസ് കേട്ടോ. നമ്മളെല്ലാം ATM നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇന്ത്യൻ റുപ്പി മാറ്റിയിട്ട് നേപ്പാളി കറൻസി ആക്കണം. എന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് കയറാൻ പറ്റും. നേപ്പാളി കറൻസി ആണെങ്കിൽ ക്യാഷ് ലിക്വിഡായിട്ട് എടുക്കണം. അവിടെ എല്ലാവരുടെ ഫണ്ടും അക്കൗണ്ടിലുള്ളത്. പിന്നെ ATM എന്ന് വേണം അത് ക്യാഷായി എടുത്തിട്ട് പൈസ ബോർഡെന്ന് അത് ക്യാഷ് ലിക്വിഡായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ക്യാഷ് ബോർഡർ പോയിട്ട് അവിടുന്ന് നേപ്പാളി കറൻസി ആയിട്ട് മാറ്റണം. അതായത് 1 റുപ്പീസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് നേപ്പാളിത്തെ 1.6 നേപ്പാളി കറൻസി. അത് ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ATM പൈസ എടുക്കുന്ന പരിപാടികളാണ്. SBIന്റെ ATM ഉണ്ട് ഇവിടെ റെയിൽവേഷന്റെ പുറത്താണ്. ഏകദേശം ബോർഡറിലേക്ക് 1 മണിക്കൂർ ഓട്ടമുണ്ട്. ടാക്സിയിൽ 1 മണിക്കൂർ, ബസ്സിൽ എത്ര മണിക്കൂറാണല്ലോ അറിയില്ല. എല്ലാവരും കൂടെ ഒരു ഷെയർ ടാക്സി പിടിച്ചിട്ട് പോകേണ്ട ഒരു പരിപാടിയിലുള്ള എല്ലാം മലയാളീസാണ്. മലപ്പുറം, കോഴിക്കോട് അങ്ങനത്തെ ട്രെയിൻ കണക്ട് ചെയ്താ. ഇതെല്ലാം ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ചകൾ. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ഒരു ബിരിയാണി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കണം എന്താ അവസ്ഥ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ടാക്സിയിൽ പോവാന്ന് കഴിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടാണ്. ഇവിടെ ഒരു ബായി വന്നിട്ട് 350 റുപ്യ നമ്മളെ പ്രതീക്ഷിച്ച ബഡ്ജറ്റ്. അപ്പം ഒരാൾ വന്നിട്ട് പറഞ്ഞ 200 റുപ്യക്ക് പോവാന്നുള്ളതിൽ വണ്ടി നോക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ പോകുന്നത് ഇയാള് പോയോക്കട്ടെ അവസ്ഥ. 10 ആൾക്ക് പോവാൻ തന്നെ. आपका गाड़ी में कितना सीट है तो 12 लोग 12 लोग आ जाएंगे और लोग ऐसा कंजस्ट वाला नहीं आराम से वेरी बेस्ट 10 लोग है ना. मैं यूट्यूब ब्लॉगर है. प्रॉब्लम है तू പേടിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിലിടുമെന്ന് പറഞ്ഞാൽ പേടിച്ചായി. ഇനിയിപ്പോ ബാക്കി പോയിട്ട് പോകാം. എന്താ അവസ്ഥ. ചാമ്പന്റെ പരിപാടി ആറ്റാൻ തോന്നുന്നുണ്ട്. ചാമ്പിനെങ്കിൽ 10 ആൾക്കാരുണ്ട്. ഇയാൾ എടുത്ത് ചാമ്പാന്നുള്ളൊരു മൂഡിലാന്ന് പോകുന്നു. ഞാൻ ഒറ്റക്കല്ല യൂട്യൂബറാന്ന് പറഞ്ഞില്ലേ. അയാളെ മുഖമൊന്ന് മാറി കേട്ടോ. പോകാൻ എന്താ അവസ്ഥ എന്നുള്ളതെന്ന് അറിയില്ലല്ലോ. നോക്കട്ടെ. അട്ടിക്കിട്ട് കൊണ്ടുപോകേണ്ട പരിപാടിയാണോ എന്നുള്ളത് അറിയില്ല. നമ്മളെ ബാക്കി ഗൈസിനൊന്നും കാണുന്നില്ല.
ഇയാളെ പറഞ്ഞ വണ്ടി എടുത്തിട്ട് പോവാന്നുള്ള ഇത് നമ്മളെ ആൾക്കാരെല്ലാം വരുന്നുണ്ട് അങ്ങനെ വരുന്നല്ലേ നമ്മളെ മടയാ ഇവരെ വണ്ടി ഇയാളെ എവിടെയാ കൊണ്ടാച്ചെന്നറിയില്ല. 10 ആൾക്ക് സുഖമായിട്ട് പോകാന്ന് പറഞ്ഞേ. ഒരാൾക്ക് 200 രൂപ ബഡ്ജറ്റാണ് ഇട്ട് കൊടുത്തേ. എൻ്റെ അവസ്ഥ അതല്ല, അട്ടിക്ക് എടുത്തിട്ട് പോകേണ്ട പരിപാടിയാണ് നമ്മൾ. അടിക്കാൻ 3 വലിയ പോകുന്നു ഇയാള്. ചർച്ച കിतना दूर है? 100 किलोमीटर से नहीं। कितना घंटा चाहिए? कितना मिनट? 2.5 घंटा। 1.5 घंटा? 2.5 2.5 2:30 मिनट। ഓ 2.5 മണിക്കൂർ എടുക്കുമ്പോൾ ഇയാളെ വണ്ടി തേടി ഒളിപ്പിച്ച് വെച്ചേ. നമ്മളെ ദോസ്റ്റിലേക്ക് വരുന്നുണ്ടോ? അല്ല വാ ജായ. ഓ ഇങ്ങനത്തെ എങ്ങനെയാ മോനെ 10 ആള് പോവാ? 3 6 1 7 ആൾക്കാരല്ലേ പോവും? इसमें कैसे जाएगा 10 आदमी? ये देखिए ना 442 442 आ 10 ആള് പോകുന്നതാണ്. 10 ആള് 4 आराम से आ जाएंगे। 4 लोग पीछे 4 लोग यहाँ और 2 आगे। 442 ആ അച്ഛാ. और सामान എടാ माथी ഇവിടെ ഇവിടെ ഇതാ വണ്ടി. सामान ഇതുള്ള മോളാ. ഇത്ര ആൾക്കാർ ഇത് കയറുവാ? सामान सर ऊपर दे दो। सामान ऊपर दे दो। ഇത് കേറി പോകുന്നുണ്ട്. വിമാനത്തിലെത്തണോ? ഇയാള് കേറി. ये सामान दे दीजिए सर। सब बांध दीजिए। 200 റുപ്യ ഒരാൾക്ക്. പക്ഷെ ഇതിങ്ങനെ सर बैग ഇതെങ്ങനെ 4 ആൾ ഇരിക്കുക? 10 only 10। 4 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമോ ഇത് ബാക്കില്? കേറി നിന്നിട്ടാ മുകളില് ബാഗ്. ആ सब आ जाएंगे कोई दिक्कत नहीं है। ठीक है തുള്ളിക്കളി കേട്ടാ. താഴേന്ന് മുകളിൽ തുള്ളുന്നു, മുകളിൽ താഴെ തുള്ളുന്നു. सब लोग आ जाएंगे। एड़ा इंदा उसका लगेज ऊपर दे दीजिए। ഇത് ഇവിടെ 4 ആളിരിക്കും. ഇവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അല്ല ഉള്ളു കൊറേ പാടം പോലെ പിള്ളേരും അയാളും ബാഗെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എന്നാ ഇതാ നമ്മളെ എടുത്തോ. എന്റെ ചെറിയ ബാഗ് കയ്യിൽ വെച്ചോട്ടാ. കേറി തുള്ളലാ എന്റെ മോനെ. ബാഗെല്ലാം വീണു പോകുന്ന ആ ചാടിക്കോ ചാടിക്കോ. भाई गिर जाएगा नीचे गिर जाएगा. അതെല്ലാം പറഞ്ഞിട്ടാ വെക്ക്. ചാമ്പി വിടുവാ. ഇല്ല നമ്മള് 10 ആൾക്കാരില്ല, അടിച്ച് വിരക്കിടാം. വണ്ടി വെച്ചിട്ടുള്ളൂ തോന്നുന്നുണ്ട്. കണ്ണൂർന്ന് നേരെ വാതിന്റെ പുറത്ത് കട പണിക്ക് രാവിലത്തെ കണിയാ. ഇതാ നമ്മളെ വണ്ടി. ഇതിലാണ് നമ്മള് പോകുന്നത്. യൂട്യൂബ് ബ്ലോഗറാ എല്ലാരും പറ്റിക്കലുണ്ട്. യൂട്യൂബ് ബ്ലോഗർ യൂട്യൂബ്. ഹായ് 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 हाय हाय। 7 आदमी का सीट है। मस्ती करते हो आराम से। उधर कितना बजे में क्लोजिंग? 9 बजे 10 बजे बस मिलेगा. बाय बाय. ടാറ്റെല്ലാം പറയണ്ട. അള്ളാഹ് എന്താ നടക്കാന്നല്ലേ. 10 ആൾക്കാരെ വണ്ടി പോകുന്നത്. 10 ആൾക്കാർ 11 ആണ്ടാ 11 ആൾക്കാരെ പോകുന്നത്. ആ 11 ആൾക്കാർ ഈ വണ്ടിയിൽ പോകുന്നത്. 10 ആളെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ 11 ആൾക്കാരുണ്ട് ഒരു കാറിൽ. ഇതാ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. നോക്കിയിട്ട് ചെയ്യണം എന്താ അവസ്ഥ. അത് അള്ളാഹ്ക്കറിയാം. ഇപ്പൊ അങ്ങനെ 2.5 മണിക്കൂർ ഒരു ഏകദേശം 1 മണിക്കൂറിന് മുകളിലായി ഇങ്ങനെ ചെയ്തിട്ട് ചായ കുടിക്കാനായിട്ട് നിർത്തിയത്. ഒന്നും പറയുന്നില്ലെന്ന സംഭവം. ഇതാണോ സ്ഥലം അല്ലെങ്കിൽ എവിടെയാണോ എന്നുള്ളത് അറിയില്ല. ഇതുകൊണ്ട് എല്ലാവരും കൈകെട്ടി ഇരുന്നിട്ടുള്ള സമൂസ മുളകാ ബജി എല്ലാവരും കൈകെട്ടി നിന്നിട്ടുണ്ടോ? എന്നാ സംഭവം തരുന്നില്ല. നൂഡിൽസ് മുളകെല്ലാം ഉണ്ട്. ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ഗ്രൂപ്പുണ്ട്.
ഇവര് ഒരു ടീം, ഇത് വേറെ ടീം, ഇത് വേറെ ടീം, അങ്ങനെ 4 ടീംസും കൂടിയിട്ട് ഒത്തൊരുമിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി പോകുന്നത്. അല്ലാ, അങ്ങനെ ഇവിടെയുള്ള സിഗരറ്റ് ഒന്നും അല്ല കേട്ടോ, ഇതെല്ലാം നാച്ചുറൽ പുകകളാണ്. ഈ സിഗരറ്റ് പോലത്തെ കാര്യങ്ങളൊന്നും വലിക്കാൻ പാടില്ല, എനിക്കൊരു 12th ആയതുകൊണ്ട്. അങ്ങനെ വന്നിട്ട് ഇതാ എവിടെയോ എത്തിയിട്ടുണ്ട്. जगह का नाम क्या है? जगह का नाम फरिंदा. फरिंदയിലുള്ള സനോലി में कितना किलोमीटर है? 45 കിലോമീറ്റർ ഉണ്ട് ഇനി. അങ്ങനെയല്ല ഉള്ള കാര്യങ്ങൾ. നമ്മൾ വെറുതെ ഊതാണ്ട് പുക പോവും, എല്ലാം ഫ്രീ ഇവിടെ. സിഗരറ്റ് ഒന്നും വലിക്കണ്ട. ഇനിയും ഉണ്ട് കുറച്ച് പോവാൻ. നമ്മളെ വണ്ടി കണ്ട ഫുൾ സെറ്റപ്പായിട്ട് പോകുന്നില്ല. ഇനി ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് നോക്കണം ബസ് കിട്ടുമോ ഇല്ല ഒന്നും അറിയില്ല. ഒരു 10 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 10 അല്ലെങ്കിൽ 8 മണിക്കൂർ അങ്ങോട്ടേക്ക് ഉണ്ട്. ഇവനതിന് ഉരുട്ടി പോകുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. അവിടെ എത്തിയിട്ട് നോക്കണം. ബസ്സിൽ അങ്ങനെ ആകെ ട്രിപ്പാവും. ഏകദേശം 11 ആൾക്കാരുണ്ട് നമ്മളെ വണ്ടിയിൽ. വേറെ ഒരു 10 ആൾക്കാർ വേറെ വണ്ടിയിലുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്നതൊക്കെ വെച്ചിട്ട് കാണാം. ഇനി ഫൈനലി ഗൈസ് നമ്മൾ ഇന്ത്യയോടെ വിട പറയുന്നത് ലാസ്റ്റ് നിമിഷത്തിലാണുള്ളത്. ഇത് ഇന്ത്യ, അതും കൂടി കഴിഞ്ഞാൽ നേപ്പാളായി. ഇവിടുന്ന് ബാഗ്, ഓരോരോ ആൾക്കാരുടെ ബാഗ്. ഇങ്ങനെ അല്ലോ നമ്മളെ ബാഗെല്ലാം കിട്ടി. ഇനി ചലോ നേപ്പാൾ. ഇതാ അത് കാണുന്നത്. അതുകൊണ്ട് കിടന്നതിനെ തീർന്ന് ഇത്രേ ഉള്ളൂ ഇന്ത്യ. आप लोगों को जो है चाय पीने का हमको देना चाहिए, चाय के पीने हमको देना चाहिए तो चाय पीने के लिए. ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇരുന്നില്ല. നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുന്ന രംഗമാണ്. ഇല്ലടാ, ചാനലില്ല. ചാനൽ തുടങ്ങണം. ഫോട്ടോ എടുക്കണ്ടേ? അങ്ങനെ ഇതാ എല്ലാവരും പോകുന്ന ഇന്ത്യയിൽ നാട് വിടുന്ന ഇന്ത്യ. നേപ്പാളിലേക്കാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഷാവാ ഭായ്. കറൻസി ചേഞ്ചിങ് കിധർ? നേപ്പാൾ മിലേഗ? നേപ്പാളിൽ പോകാനാ പറയാ. നേപ്പാളിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞ എല്ലാവരോടും അടുത്തിട്ട് ചേഞ്ച് ആയിക്കോന്ന് പറഞ്ഞ. ഇന്ത്യൻ ആർമീനെയാണ് ഈ കാണുന്നത്. ഇന്ത്യ കഴിഞ്ഞ് എന്നിട്ടാ അങ്ങനെ നമ്മൾ നേപ്പാളിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങോട്ട് പോകാനാ പറഞ്ഞേ. ഇങ്ങോട്ട് പോന്ന ഇവിടുന്ന് എന്തോ ഒരു ഇത് ചെയ്യണം കേട്ടോ. ഇവിടെ നേപ്പാളിനെ ഇതിലോട്ട് ബാഗ് കിട്ടണം. ബാഗ് സ്കാൻ ചെയ്യണം. നമ്മളെന്തെങ്കിലും കടത്തുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിജയപൂർവ്വം നേപ്പാളിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്ന് വരുന്നത്? ഇന്ത്യയിൽ നിന്ന്. ഞങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു വരുന്നതില്ല. ഞങ്ങൾ നേപ്പാൾ കൂടാൻ പോകാം. നേപ്പാളി ഗെയിംസ് ആണ് മൊത്തം പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇത്ര സിമ്പിളായിട്ടാണ് ഇവിടുത്തെ ബോർഡർ ക്രോസിംഗ് നമ്മൾ വെറും നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കൊടുക്കുക, വിട്ടോന്ന് പറയാം. വേറെ ചെക്കിങ് പരിപാടി അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസ് മാറ്റിയിട്ട് നമുക്ക് ഇനി നേപ്പാൾ കറൻസി ആയിട്ട് മാറ്റണം. എന്ന് വെച്ചെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ഇനി ഇവിടെ റോളില്ല. ഇനി നേപ്പാളി കറൻസിയാണ് അയാള് എന്താ നമ്മളെ നേപ്പാളി റുപ്പീസ് മാറ്റണം. അതാണ് അടുത്ത. ഇവിടെ ഉണ്ടടാ മണി എക്സ്ചേഞ്ച്. അതാ We are going to money exchange. We are going to exchange some monies and take some Nepali currencies. ഇത് വന്നില്ല എന്നാ ടിക്കറ്റാ.
എന്ത് എടുത്ത് നേപ്പാളിൽ കേരോടെ ആക്സിഡന്റ് ആവും ഇപ്പൊ.